Hi all, welcome to Once. So in today's session, we will be discussing about 555 timer IC, how it works as a monostable multi-vibrator. So let's start the class. First, 555 timer IC. നമുക്കറിയാം 555 timer IC basically എന്തിനാ യൂസ് ചെയ്യുന്നത്? അതൊരു ടൈമിംഗ് ഡിവൈസ് ആയിട്ടാണ് നമ്മൾ യൂഷ്വലി അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈമിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ അത് ഒരു സിംഗിൾ പൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ജനറേറ്റ് സിംഗിൾ പൾസസ് ഓർ എൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ, ലോങ് ടൈം ഡിലേ ജനറേഷന് വേണ്ടിയിട്ടും, അതായത് ലോങ് ടൈം ഡിലേ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ റിലാക്സേഷണൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്ന ആയിട്ടും, അതായത് സ്ട്രിങ് ഓഫ് സ്റ്റെബിലൈസ്ഡ് വേവ് ഫോംസ് ഓഫ് വേരിയിങ് ഡ്യൂട്ടി സൈക്കിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ 555 ടൈമർ IC എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആപ്ലിക്കേഷൻസിൽ അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എത്തൊക്കെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. ദ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 3 രീതിയിൽ അത് വർക്ക് ചെയ്യാം അല്ലേ. ഒന്നെന്താണ്, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആൻഡ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അതായത് ഇതിന് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. അപ്പം അതിൽ തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നത് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് എങ്ങനെയാണ് ഒരു 555 ടൈമർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ബിഫോർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ പിൻ ഡയഗ്രാം ഓഫ് 555 ടൈമർ IC. ഇപ്പോൾ 555 ടൈമർ IC നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് ഒരു 8 പിൻ ഡിവൈസ് ആണ് അല്ലെ. 8 പിൻ ഡിവൈസ് ആണ് വിത്ത് എന്ത് പാക്കേജ് ആണ്, അത് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണ്. അതായത് ഡിപ്പ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്ന ഇതാണ് പാക്കേജിങ്. ഓക്കെ, സോ 8 പിൻ ഡിവൈസ് ആണ്. ആൻഡ് പാക്കേജിങ് എന്ന് പറയുന്നത് എന്താണ്, പാക്കേജിങ് ടൈപ്പ് ഇസ് ഡ്യുവൽ ഇൻലൈൻ. ഇറ്റ് ഇസ് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. ഡിപ്പ് എന്ന് പറയുന്ന പാക്കേജിങ് ആണ്. പിൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 8 പിൻ നമ്പർ, 8 ആണ് പിൻ നമ്പർ. ഓക്കെ, സോ നമുക്ക് പിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പിൻ എന്താണ്, ഗ്രൗണ്ട്. സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് ട്രിഗർ ആണ്. തേർഡ് പിൻ ഇസ് ഔട്ട്പുട്ട്. ഫോർത്ത് പിൻ റീസെറ്റ്. ഫിഫ്ത്ത് പിൻ എന്ന് പറയുന്നത് കൺട്രോൾ വോൾട്ടേജ്. സിക്സ്ത് പിൻ ഇസ് ത്രെഷോൾഡ്. സെവൻത് പിൻ ഇസ് ഡിസ്ചാർജ് ആൻഡ് എയ്ത്ത് പിൻ ഇസ് പവർ സപ്ലൈ. ഓക്കെ, ഇതാണ് ഇതിന്റെ 8 പിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രിഗർ പിൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യണതെങ്കിൽ നമുക്ക് ഈ ട്രിഗറിന്റെ ആവശ്യമില്ല. വേറസ് ഇൻ കേസ് ഓഫ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നമുക്ക് ഈ ട്രിഗർ ഇൻപുട്ടിന്റെ യൂസേജ് ഉണ്ട്. അതേപോലെ പിന്നെ ഒരു എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പിൻ നമ്പർ 3 എന്താണ്, പിൻ നമ്പർ 4 എന്താണെന്നൊക്കെ നമ്മൾ യൂഷ്വലി ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പോലത്തെ എക്സാംസിനൊക്കെ ആണെങ്കിൽ PSC റിലേറ്റഡ് എക്സാംസിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് പിൻ നമ്പർ 3 എന്താണ്, പിൻ നമ്പർ 4 എന്താണ്, പിൻ നമ്പർ 5 എന്താണ്, ഓരോ പിൻസിന്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് നമുക്ക് അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ പിൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. സോ നമുക്ക് അതിന്റെ ഇന്റേണൽ ഡയഗ്രാം നോക്കാം. ഇപ്പൊ ഇന്റേണൽ ഡയഗ്രത്തിൽ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്താണ്, അതൊരു റെസിസ്റ്റീവ് പാർട്ടാണ് അല്ലെ. നമുക്കൊരു റെസിസ്റ്റൻസിന്റെ ഒരു വോൾട്ടേജ് ഡിവൈഡർ പാത്ത് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതിൽ 2 കമ്പാരേറ്റേഴ്സ് ഉണ്ട്. യു ഹാവ് 2 കമ്പാരേറ്റേഴ്സ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. എന്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണത്, അതൊരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വിത്ത് ആൻ ഔട്ട്പുട്ട്സ് Q ആൻഡ് Q ബാർ. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെ നിന്നാണ്, നമ്മൾ ഔട്ട്പുട്ട് ഇതെവിടെ എടുക്കുന്നത് ത്രൂ എ ബഫർ വഴിയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് എ ബഫർ. ബഫർ എന്തിനാ വെക്കുന്നതെന്ന് വെച്ചാൽ ലോഡിങ് ഇഫക്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ബഫർ പ്ലേസ് ചെയ്യുന്നത്. സോ ത്രൂ എ ബഫർ ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ക്യൂ ബാറിൽ നിന്നാണ്, അത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്, പിന്നെ ഇതിന്റെ നമുക്ക് കണക്ഷൻ, ഇതാണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻസ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇനിഷ്യലി ഉള്ള വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആണ് ഈ R നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ വോൾട്ടേജ് VCC ആണ്. ഓക്കെ, ഇപ്പൊ റെസിസ്റ്ററിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഓഫ് 5K. ഓക്കെ, ഈ 5K റെസിസ്റ്റൻസ് 3 യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ 555 ടൈമർ ICക്ക് 555 ടൈമർ എന്ന്, സോ 555 ടൈമർ എന്ന് നെയിമിംഗ് വന്നത്. ഓക്കെ, ഇനിഷ്യലി യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതായത് ഇന്റേണൽ ഡയഗ്രത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്ന വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ഈച്ച് ഓഫ് 5 kilo ohms ആണ്. അതുകൊണ്ടാണ് 555 ടൈമർ ഇസ് നെയിംഡ് ആസ്
555 ടൈമർ. ആ 5 റെപ്രസെന്റ് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ആണ്. ഓക്കെ, ഇനി ദിസ് ഇസ് ദ ഗ്രൗണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് പിന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് യുവർ പിൻ നമ്പർ 1. പിൻ നമ്പർ 1 എന്താണ്? ഗ്രൗണ്ട് ആണല്ലേ. പിൻ നമ്പർ 1 is ground. This is your first comparator, second comparator. Okay, ഇനി നെക്സ്റ്റ് പിൻ എന്താ? നെക്സ്റ്റ് പിൻ എന്ന് പറഞ്ഞാൽ പിൻ നമ്പർ 2 ആണ്. പിൻ നമ്പർ 2 എത്ര വരാ? പിൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇറ്റ് is connected to this point. Okay, പിൻ നമ്പർ 2 കണക്ട് ചെയ്യുന്നത് ഈ പിന്നിലാണ്. പിൻ നമ്പർ 2 is trigger pin. 2 is trigger. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് വരും? ഇത് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് പാത്ത് ആണല്ലേ. അപ്പോൾ ഈ വോൾട്ടേജ് എത്രയാ വരാ? ഇറ്റ് ഇസ് 1/3 VCC. അതേപോലെ ഈ വോൾട്ടേജ് എത്രയാ വരാ? വാട്ട് അബൌട്ട് ദിസ് വോൾട്ടേജ്? ആ പാത്തിൽ വരുന്ന വോൾട്ടേജ് അതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2/3 VCC. ടോട്ടൽ VCC ആണ്. അപ്പോൾ ഡിവൈഡർ നെറ്റ്വർക്കിൽ വരുമ്പോഴത്തേക്കും ഈ പോയിന്റ് എന്ന് പറയുന്നത് 1/3 VCC, 1/3 VCC and this one is 2/3 VCC. Okay, so നമ്മൾ ഇത് കണ്ടു. ഈ പോയിന്റിൽ 1/3 VCCയിലേക്കാണ് നമ്മൾ പ്ലസ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത്. സോറി, നമ്മൾ നെഗറ്റീവ് ടെർമിനലോട്ടാണ് നമ്മൾ ട്രിഗർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിൻ നമ്പർ 2 ഇതെന്ന് പറയുന്നത് ഈ വോൾട്ടേജ് മാർക്ക് ചെയ്തു. പ്ലസ് ടെർമിനലിൽ നമ്മൾ 1/3 VCC ആണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടുത്തെ നെഗറ്റീവിലേക്ക് നമ്മൾ 2/3 VCC കണക്ട് ചെയ്യുന്നുണ്ട്. സോറി, പ്ലസ് ടെർമിനലാണ് 2/3 VCCയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതേപോലെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അവർ ഫിഫ്ത്ത് പിൻ. ഫിഫ്ത്ത് പിൻ എന്താണ്? ഇറ്റ് ഇസ് ദ കൺട്രോൾ വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കമ്പറേറ്റർ, ഫസ്റ്റ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ ആറിലേക്ക് കണക്ട് ചെയ്യും. അതേപോലെ സെക്കൻഡ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ എസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു ബഫർ വഴി എടുക്കുകയാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പിൻ നമ്പർ 3. ഓക്കെ, സോ ഫസ്റ്റ് പിൻ കിട്ടി, സെക്കൻഡ് പിൻ കിട്ടി, തേർഡ് പിൻ ആണ്. നെക്സ്റ്റ് ഫോർത്ത് പിൻ ആണ്. ഫോർത്ത് പിൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു റീസെറ്റ് പിൻ ആണ്. അപ്പോൾ റീസെറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ത്രൂ എ PNP ട്രാൻസിസ്റ്റർ. ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്. ത്രൂ ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ഫോർത്ത് പിൻ കണക്ട് ചെയ്യുന്നത്. ഫോർത്ത് പിൻ ഈസ് അവർ റീസെറ്റ് പിൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്തത് എന്താ വേണ്ട? ഫിഫ്ത്ത് വൺ. ഫിഫ്ത്ത് വൺ പറഞ്ഞു കൺട്രോൾ വോൾട്ടേജ് ആണ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജ്. സോ ഇത് നമ്മുടെ സിക്സ്ത് പിൻ ആണ്, ത്രെഷോൾഡ് പിൻ. ദെൻ എയ്ത്ത് പിൻ എന്താണ്? സപ്ലൈ വോൾട്ടേജ്. സോ VCC എന്ന് പറയുന്നത് നമ്മുടെ എയ്ത്ത് പിൻ, സപ്ലൈ വോൾട്ടേജ്. ഇനി ഒരു ലെഫ്റ്റ് ഔട്ടും കൂടി ഉണ്ട്. പിന്നെ ഏതാണ്? ദാറ്റ് ഇസ് പിൻ നമ്പർ 7. പിൻ നമ്പർ 7 എന്ന് പറയുന്നത് ഡിസ്ചാർജ് പിൻ. സോ ഡിസ്ചാർജ് പിൻ മാർക്ക് ചെയ്യേണ്ടത്, ഡിസ്ചാർജ് ചെയ്യേണ്ടത് ക്യൂ ബാറിൽ നിന്നാണ്. ഔട്ട്പുട്ട് ക്യൂ ബാറിൽ നിന്നാണ് ഒരു ട്രാൻസ്ഫോമറിലേക്കാണ് നമ്മൾ ഡിസ്ചാർജിങ് പിൻ മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, സോറി, പിൻ നമ്പർ 7 ദാറ്റ് ഈസ് ദ ഡിസ്ചാർജ് പിൻ. ഓക്കെ, ഇതാണ് ഒരു 555 ടൈമറിന്റെ ഇന്റേണൽ ഡയഗ്രാം. ഇന്റേണൽ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് പിൻ എന്ന് പറയുന്നത് 1 ഫസ്റ്റ് പിൻ ആണ്. ദെൻ ട്രിഗർ ഉണ്ട്. ട്രിഗർ നമ്മുടെ കമ്പറേറ്റർ 2ന്റെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ ഫസ്റ്റ് കമ്പറേറ്റർ എന്ന് പറയുന്നത് ഇത് 2 ടെർമിനൽസിലേക്ക് നമ്മൾ 5th 6th പിന്നും കണക്ട് ചെയ്തു. ദെൻ VCC ഈസ് അവർ 8th പിൻ. ദെൻ ഫോർത്ത് പിൻ എന്ന് പറയുന്ന റീസെറ്റ് ആണ്. അത് ത്രൂ എ ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റർ വഴിയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ റീസെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ദെൻ ത്രൂ എ ബഫർ യു ടേക്ക് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പിൻ നമ്പർ 3 ആൻഡ് ത്രൂ എ ട്രാൻസിസ്റ്റർ നമ്മുടെ ഡിസ്ചാർജ് പിന്നും മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് അബൌട്ട് ദ ഇന്റേണൽ ഡയഗ്രാം ഓഫ് എ 555 ടൈമർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് എങ്ങനെയാണ് ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ട്? ഒരു 555 ടൈമർ ടു വർക്ക് ആസ് എ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യു നീഡ് ആൻ എക്സ്റ്റേണൽ, അതായത് അഡീഷണലി നമ്മളൊരു RC നെറ്റ്വർക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഒരു
എക്സ്റ്റേണലി ഒരു RC നെറ്റ്വർക്ക് പാത്ത് നമ്മൾ കണക്ട് ചെയ്യണം. ഈ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഇന്റേണൽ R വാല്യൂസ്. ഇന്റേണലി നമ്മൾ കൊടുക്കുന്ന 5K ഡിഫറെന്റ് ആണ് ഈ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന ആറിന്റെ വാല്യൂസ്. ഓക്കെ, ഇത് ആ സെയിം ഡയഗ്രം തന്നെ ഒന്നും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് നീറ്റായിട്ട് വരച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഓക്കെ, സോ ഇതിൽ നമുക്ക് ആ മോഡിഫിക്കേഷൻ മാർക്ക് ചെയ്യുക. അതായത് ആറും സിയും കൂടി വന്നാൽ എന്തൊക്കെയാണ് അതിൽ നമ്മൾ 555 ടൈമർ മോണോസ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിലുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഇനിഷ്യലി നമുക്ക് വേണ്ടത് എന്താണ്? മോണോസ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ട്രിഗർ കണക്ട് ചെയ്യണം. സോ ട്രിഗർ നമ്മൾ കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് ട്രിഗർ പൾസ് ആണ് കൊടുക്കുന്നത്. അതേപോലെ എന്താണ്? 6th പിന്നും 7th പിന്നും ഷോർട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ കപ്പാസിറ്റർ. Okay, capacitor C, and R is connected to this VCC. So ഇതാണ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന RC നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നോക്കേണ്ടതാണ് നെഗറ്റീവ് പിന്നിൽ നമ്മൾ നെഗറ്റീവ് ട്രിഗർ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് കമ്പറേറ്ററിന്റെ നെഗറ്റീവ് പിന്നിലേക്ക് ട്രിഗർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡിസ്ചാർജ് പിന്നും ത്രെഷോൾഡ് പിന്നും കൂടി ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സിയിലേക്കാണ്. കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അതിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സിയിലേക്ക് അത് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റെസിസ്റ്റർ ഉണ്ട്. ആ റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റും കൂടി ഉള്ളതാണ് 5th പിൻ കൺട്രോൾ വോൾട്ടേജിൽ നമ്മളൊരു ചെറിയ വാല്യൂ ഉള്ള കപ്പാസിറ്റർ വെച്ച് കണക്ട് ചെയ്യുന്നു, ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 0.01 മൈക്രോഫാരഡ് യൂസ് ചെയ്ത് നമ്മളത് ഷോർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഉള്ള ഡയഗ്രാം. അതായത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഫോർ ആൻ 555 ടൈമർ IC ടു വർക്ക് ആസ് എൻ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ ഇതിന്റെ വർക്കിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇനിഷ്യലി നമ്മൾ റീസെറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു IC ഒരു സാധനത്തിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ റീസെറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ റീസെറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവും. ഇവിടെ ത്രൂ എ ട്രാൻസിസ്റ്റർ ആണ് കേട്ടോ കണക്ട് ചെയ്യേണ്ടത്. കണക്ഷൻ ഇവിടെ ഇല്ല കേട്ടോ. ദിസ് ഇസ് VR റെഫറൻസ് വോൾട്ടേജ് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഡയഗ്രാം. ഓക്കെ, റീസെറ്റ് കൊടുത്താൽ എന്താ പറ്റുക? നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് റീസെറ്റ് ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Q ബാർ എന്ന് പറയുന്നത് Q വിൽ ബിക്കം 0. Q 0 ആവുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെ നിന്നാണ്? Q ബാർ എന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. Q ബാറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ Q ബാർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, Q 0 ആണെങ്കിൽ Q ബാർ 1 ആണ്. Q ബാർ 1 ആയാലും എന്ത് പറ്റും? നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ അല്ലെ, ആ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്ത് പറ്റും? ആ ട്രാൻസിസ്റ്റർ വിൽ ബി ടേൺഡ് ഓൺ അല്ലെ, ഇത് ഓൺ ആവും. ഓൺ ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിസ്റ്റർ ഈസ് ഇൻ സാച്ചുറേഷൻ മോഡ്. സോ സാച്ചുറേഷൻ മോഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെന്ത് പറ്റും? ഈ പാത്ത് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ. ഈ ട്രാൻസിസ്റ്ററിന്റെ ഈ പിന്നില്ലേ നമ്മളിവിടെ കാണിക്കുന്ന ഈ പിൻ, ഡിസ്ചാർജ് പിൻ 7 എന്ന് പറയുന്നത് എങ്ങോട്ടാ കണക്ട് ചെയ്യേണ്ടത്? മോണോസ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ 7th പിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് ത്രെഷോൾഡ് പിൻ. അതും ഈ ത്രെഷോൾഡിന്റെ ഈ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ 7th പിൻ, ഡിസ്ചാർജ് പിൻ 7th പിൻ ആണ്. അതും 6th പിൻ ത്രെഷോൾഡും കൂടി ആണ് നമ്മുടെ കപ്പാസിറ്ററിന്റെ അക്രോസേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ ഓൺ ആണ്. അപ്പൊ എന്ത് പറ്റും? ഈ കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു പാത്ത് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? കപ്പാസിറ്റർ ഇപ്പൊ എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? ത്രൂ ദിസ് പാത്ത് കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ് ടു ഗ്രൗണ്ട് അല്ലെ? ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സാച്ചുറേഷൻ മീൻസ് അത് ഒരു ഷോർട്ട് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പാത്ത് കംപ്ലീറ്റ് ആവുകയാണ് അല്ലെ? അപ്പൊ കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ഒരു പോർഷൻ വേണം. സോ കപ്പാസിറ്റർ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓഫ്. സോ കപ്പാസിറ്റർ ഓഫ് ആകുന്നെങ്കിൽ എന്ത് ചെയ്യണ്ടേ? എന്താ വേണ്ടത്? കപ്പാസിറ്റർ ഓഫ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ Q ബാർ എന്ന് പറയുന്നത് 0 ആകണം. Q ബാർ 0 ആവണമെങ്കിൽ എന്താണ്?
Q should be 1. So Q should be active എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ഹൈയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ Q ഹൈ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മുടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് സെറ്റ് ആവാണ് ചെയ്യേണ്ടത്. സോ സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും, ഈ കമ്പറേറ്റർ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും. സോ ഈ കമ്പറേറ്റർ, സെക്കൻഡ് കമ്പറേറ്റർ ആക്റ്റീവ് ആയാലും മാത്രമാണ് നമുക്ക് സെറ്റ് ആവുള്ളൂ, ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവുള്ളൂ. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആയാലും whenever ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് the output is also high, അല്ലേ? സോ ഈ കമ്പറേറ്റർ ഓൺ ആകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? കമ്പറേറ്റർ ഓൺ ആകണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1/3 VCC ആണ്. നമ്മൾ ട്രിഗർ കൊടുക്കുന്നത് നെഗറ്റീവ് ട്രിഗർ ആണ്, നെഗറ്റീവ് ടെർമിനലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ആകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഈ ട്രിഗർ കൊടുക്കേണ്ട വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 1/3 VCC. ആ ലെസ് ദാൻ എന്നുള്ള കേസ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ ഈ കമ്പറേറ്റർ 2 എന്ന് പറയുന്നത് ആക്റ്റീവ് ആവുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ കമ്പറേറ്റർ 2 ഓൺ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും, ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് ടു ചാർജ്. കപ്പാസിറ്റർ പതിയെ ത്രൂ ദിസ് ആർ പാത്ത് അത് ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് ടു ചാർജ് ത്രൂ ദിസ് ആർ. ഓക്കെ, ആർ വഴി കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ കപ്പാസിറ്റർ എങ്ങോട്ടാണ് ചാർജ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ട്രൈങ് ടു റീച്ച് VCCയിലേക്കാണ് ചാർജ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ അത് VCC വരെ എത്തുമോ? ഇല്ല. ബിക്കോസ് നമുക്കറിയാം എന്താണ്, ഈ പിൻ എന്ന് പറയുന്നത് നമ്മൾ ദിസ് ഇസ് അവർ 2/3 VCC, അല്ലേ? സോ ഈ പിന്ന് നമ്മൾ കപ്പാസിറ്റർ ആയിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. സോ കപ്പാസിറ്റർ വോൾട്ടേജ് 2/3 VCCന്റെ ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും, കപ്പാസിറ്റർ വീണ്ടും ഡിസ്ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്താന്ന് വെച്ചാൽ 2/3 VCC എത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ കമ്പറേറ്റർ 1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേൺ ഓൺ. കമ്പറേറ്റർ ടേൺ ഓൺ ആയ, അതായത് ഇതിന്റെ ഔട്ട്പുട്ട് ഹൈ ആയാൽ എന്ത് പറ്റും, റീസെറ്റ്, വീണ്ടും നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ചെയ്യും. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആയാൽ എന്താണ്, Q വിൽ ബി ഓൺ 0, Q ബാർ 1 ആവും. ബിഗെയിൻ നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആയാൽ എന്താണ്, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം അതിന് പോവാവുന്ന കേസ് എപ്പോഴാണ്, 2/3 VCC വരെയാണ് അതിന് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു വേവ് ഫോം റെപ്രസെൻറ്റേഷൻ നോക്കാം. അതിൻ്റെ വേവ് ഫോം റെപ്രസെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു വി ഔട്ട്. ഇനിഷ്യലി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്താണ്, Q ബാർ 0 ആയിരിക്കുന്ന, ഹൈ ആയിരിക്കുന്ന കേസ്, അല്ലേ? ട്രാൻസിസ്റ്റർ ഓഫ് ആണെന്നാണ് പറയുന്നത്. സോ Q ബാർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കുന്ന കേസിൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ട്, Q ബാർ ഹൈ ആയിരിക്കുന്ന കേസിൽ ഔട്ട്പുട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു ട്രിഗർ സിഗ്നൽ ഇവിടെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ പോർഷൻ എത്തിയപ്പോൾ ട്രിഗർ സിഗ്നൽ അപ്ലൈ ചെയ്തു. ട്രിഗർ സിഗ്നൽ അപ്ലൈ ചെയ്തുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ Q ബാർ എന്ന് പറയുന്നത് 0 ആയി മാറും, അല്ലേ? Q ബാർ 0 ആകും. അതേപോലെ എന്താണ്, കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ടു ചാർജ്. കപ്പാസിറ്റർ എവിടെ വരെ ചാർജ് ആവും, 2/3 VCC വരെ അത് ചാർജ് ആവുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് പറ്റും, അത് ഡിസ്ചാർജ് ചെയ്യും. അത് ഡിസ്ചാർജ് ചെയ്യുന്ന കേസ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ Q എന്ന് പറയുന്നത് എന്ത് വരും, Q ബാർ എന്ന് പറയുന്നത് എഗെയിൻ 1 ആയിരിക്കും. സോ നമുക്ക് ആ ഡിലേ അല്ലെങ്കിൽ ഒരു സിംഗിൾ പൾസ് ജനറേഷൻ വരുന്നത് എവിടെയാണ്, ഈ ഒരു പോർഷനിലാണ് ഒരു സിംഗിൾ പൾസിന്റെ വിഡ്ത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പൾസ് വിഡ്ത്ത് എത്ര വരിക, TP എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1.1 RC. ഓക്കെ, നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഡെറിവേഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ആ ഫോർമുല മനസ്സിലാക്കിയിരിക്കുക. ആ പൾസ് ഡ്യൂറേഷൻ എന്ന് പറയുന്ന TP വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 1.1 RC. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് 555 ടൈമർ IC വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിന്റെ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് 555 ടൈമർ യൂസ് ചെയ്തിട്ടുള്ളത്. Okay, so this is all for today. We will meet in the next sessions with different topics. Thank you.